ഈ കേന്ദ്ര ബഡ്ജറ്റ് അധികാരം നിലനിർത്താനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണം നിലനിർത്താനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ടത് ബീഹാർ അസംബ്ലിയിലും ആന്ധ്ര അസംബ്ലിയിലുമായിരുന്നു. കാരണം അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ, മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, രാജ്യത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഒരു പദ്ധതികളില്ല. കർഷകർക്ക് അവരുന്നയിച്ച ആവശ്യങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ല. കർഷക സമരത്തിലൂടെ ഉന്നയിച്ച ഒരാവശ്യവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളതൊന്നും പ്രായോഗികമായി നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പൊതുവെ ബഡ്ജറ്റ് നിരാശാജനകമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കോ പുരോഗതിക്കോ വിലക്കയറ്റം തടഞ്ഞു നിർത്താനോ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനോ ഉതകുന്ന കർമ്മപദ്ധതികളില്ലാത്ത ഒരു ബഡ്ജറ്റാണ്. യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ഈ ബഡ്ജറ്റ് കോർപ്പറേറ്റുകളെ മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമുക്ക് കാണാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾ പലതും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ബഡ്ജറ്റ് ഡീറ്റെയിൽസ് വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവെ പറയുമ്പോൾ കേരളത്തോട് അനുഭവമില്ലാത്ത അല്ലെങ്കിൽ കേരളത്തോട് പാടെ തഴഞ്ഞ നിലയിലാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. കേരളം 2 മന്ത്രിമാരുണ്ട് കേന്ദ്രത്തിൽ, അതിലൊരാൾ ഇലക്റ്റഡ് ആയിട്ടുള്ള MP എന്നിട്ടും കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളോ വിഹിതങ്ങളൊന്നും അല്ല. ബഡ്ജറ്റിൽ സാധാരണ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് കൂടെ നോക്കിയിട്ട് വേണം നമുക്കിനി കൂടുതൽ പ്രതികരിക്കാൻ. ഒറ്റ നോട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബഡ്ജറ്റ് ഡീറ്റെയിൽസ് വരുമ്പോൾ ഏതെല്ലാം പദ്ധതികൾക്ക് പണം കൂടുതൽ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. അത് പരിശോധിക്കണം. 1. 2, ഇതൊന്നും മന്ത്രിമാർ പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും അല്ലാതെ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഇതാരും കാണാറില്ല. വിവിധ മന്ത്രാലയങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ചോദിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറഞ്ഞാൽ നമുക്ക് ഗുണം പകരുന്നൊരു ബഡ്ജറ്റാണ് എന്നുള്ള വിശ്വാസം എനിക്കില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കോ സാമ്പത്തിക പരാധീനതകൾക്കോ പരിഹാരം കണ്ടെത്താൻ ഈ ബഡ്ജറ്റ് കൊണ്ട് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ കേരളം പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് കിട്ടേണ്ട, ന്യായമായി കിട്ടേണ്ട പല പദ്ധതികൾ, ഉദാഹരണമായിട്ട് നമ്മൾ എയിംസിന് വേണ്ടി ആവശ്യപ്പെട്ടതാണ്, അത് ലഭിച്ചിട്ടില്ല. അത്തരം പല കാര്യങ്ങളിലും കേരളത്തോട് അവഗണന കാട്ടിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി ബഡ്ജറ്റ് ഇൻ ഡീറ്റെയിൽസ് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. ഈ കേരളം ബഡ്ജറ്റിലെ ഈ പ്രപ്പോസലിലെ ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്ത സിൽവർ ലൈൻ പോലത്തെ പദ്ധതികളാണ്. ഇത് തിരിച്ചടിക്കുക ഇങ്ങനെയൊരു പ്രപ്പോസലും കാരണമാണ്. അല്ല, സിൽവർ ലൈനൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ തന്നെ റിജക്റ്റ് ചെയ്തൊരു പദ്ധതിയാണ്. അതൊന്നും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ന്യായമായ, ഉദാഹരണം ഞാൻ എയിംസ് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ്. അതുപോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികൾ കേരളത്തിന് ലഭിക്കേണ്ടതാണ്. അതൊന്നും പൊതുവായി ലഭിച്ചതായി കാണുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ബഡ്ജറ്റിൻ ഡീറ്റെയിൽസും പരിശോധിച്ചാലേ പറയാൻ കഴിയും. ഫ്ലഡ് റിലീഫിൽ അസം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഉത്തരാഖണ്ഡ്, ഹിമാചലും. ഈ സമീപകാലത്ത് കർണാടക, കേരളം ഉൾപ്പെടെയുള്ളവർ ഫേസ് ചെയ്തതാണ് മഴക്കെടുതിയും അതിനുള്ള കേന്ദ്ര സഹായം ഓരോ സംസ്ഥാനങ്ങൾക്കും ഡ്രോട്ട് വന്നാലും പ്രളയം വന്നാലും സഹായങ്ങൾ ഫിക്സ്ഡാണ്. പിന്നെ അഡീഷണൽ സഹായങ്ങളാണ് കിട്ടേണ്ടത്. അഡീഷണൽ സഹായത്തിന് സംസ്ഥാന ഗവൺമെൻറ് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുവദിക്കേണ്ടതാണ്. ഇവിടെ ഇത്തവണ അസാമിലൊക്കെ വലിയ തോതിലുള്ള ഫ്ലഡ് ഉണ്ടായിരുന്നു. അത് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഡ്രോട്ടും ഫ്ലഡും വരുമ്പോൾ നാച്ചുറൽ കലാമിറ്റി എന്നുള്ള ഹെഡിൽ പണം കിട്ടുന്നതാണ്. സ്പെഷ്യലായി ഇനി കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്.